പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് മാധവിക്കുട്ടിയുടെ ഒരു കഥയാണ്. കഥയുടെ പേര് വൈകി വന്ന അതിഥി എന്നാണ്. അതിരാവിലെ ഉണർന്ന് ശീലിച്ചിരുന്നത് കൊണ്ട് മാത്രം അന്നും 5:30 കഴിഞ്ഞപ്പോൾ മിസ്റ്റർ മിത്ര ഉണർന്നു. പുറത്ത് നിരത്തിന് ജീവൻ വെക്കുകയായിരുന്നു. ആദ്യത്തെ ബസ് ചുമച്ചുകൊണ്ട് ബസ് സ്റ്റേഷനിൽ നിന്ന് നീങ്ങി. ഭ്രാന്തനും ഉണർന്നു കഴിഞ്ഞു. രാത്രി വന്നിട്ട് എൻ്റെ പണമെല്ലാം മോഷ്ടിച്ചത് ആരാണ്? അയാൾ ഉച്ചത്തിൽ അലറി. മിസ്റ്റർ മിത്ര വേഗത്തിൽ ജനൽവാതിൽ അടച്ചു. എന്നിട്ട് എയർ കണ്ടീഷണറുടെ സ്വിച്ച് അമർത്തി. അതൊരു പതിവായി തീർന്നിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് തണുപ്പ് മുറിയിൽ കിടക്കാനാണ് ആഗ്രഹം. തനിക്കോ തണുപ്പ് ദുസ്സഹവും. അതുകൊണ്ട് അവൾ ഉറങ്ങിക്കഴിഞ്ഞാലുടനെ താൻ എയർ കണ്ടീഷണർ നിർത്തി ഒരു ജനൽവാതിൽ തുറന്നിടും. പിന്നീട് അത് സ്വിച്ച് ഓൺ ചെയ്യുക രാവിലെ താൻ എഴുന്നേറ്റ ഉടനെയാണ്. ഈ ചതിയെപ്പറ്റി അവൾക്ക് തീരെ സംശയമില്ല. സംശയമുണ്ടെങ്കിൽ തന്നെ അത് അവൾ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. അവൾ എന്നും കുലീനയ്ക്ക് യോജിച്ച പ്രവൃത്തികൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. തനിക്ക് പലപ്പോഴും അവളുടെ അന്തസ്സുറ്റ പെരുമാറ്റത്തിന് മുമ്പിൽ അപകർഷതാബോധം അനുഭവപ്പെടാറുണ്ട്. അയാൾ കട്ടിലിലേക്ക് നോക്കി. ചുരുണ്ടുകിടക്കുന്ന പുതപ്പുകൾക്കുള്ളിൽ അവളെ കാണുമെന്ന് അയാൾ കരുതിയിരുന്നു. അവൾ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തലേനാളത്തെ വിരുന്നു കഴിഞ്ഞ് അവൾ സൽക്കാരമുറിയിലോ വരാന്തയിലോ ചെന്നു കിടന്നിരിക്കണം. തലവേദനയുള്ളപ്പോൾ അവൾ സാധാരണയായി വരാന്തയിൽ കിടക്കാറുണ്ട്. നിലാവിൽ കിടന്നു ഉറങ്ങുവാൻ അവൾക്ക് പ്രിയമായിരുന്നു. നീ കവയത്രി ആയതുകൊണ്ടാണ് നിലാവിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞു. അല്ലാത്തവർക്ക് നിലാവ് ഭയമാണ്. അത് ഭ്രാന്തു പിടിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഭാര്യയെ തേടി അയാൾ സൽക്കാരമുറിയിലേക്ക് ചെന്നു. അവിടമാകെ വൃത്തികേടായി തോന്നി അയാൾക്ക്. തലേന്നാൾ കുടിച്ചു വെച്ച ഗ്ലാസുകൾ മേശപ്പുറത്തു തന്നെ ഇരുന്നിരുന്നു. അവയിൽ മദ്യം കുടിക്കാൻ ഇറങ്ങിയ പാറ്റകൾ ചത്തുകിടന്നിരുന്നു. നിലത്ത് സിഗരറ്റ് കുറ്റികൾ ചിതറിക്കിടന്നിരുന്നു. ആഷ്ട്രേ ഉണ്ടായിട്ടും ഈ കൂട്ടർ എന്തിന് നിലം കേടുവരുത്തുന്നു? അയാൾ തന്നെത്താൻ ചോദിച്ചു. കവികൾ, പത്രപ്രവർത്തകർ, ശുദ്ധ കാട്ടാളജാതികൾ, ഇവരെയൊക്കെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി ഭക്ഷണവും മദ്യവും കൊടുത്ത് പൂജിക്കുന്ന തൻ്റെ ഭാര്യയെയാണ് ശിക്ഷിക്കേണ്ടത്. എത്ര അനവധി പണമാണ് അവൾ ഇത്തരം വിരുന്നുകൾക്കായി ചെലവഴിക്കുന്നത്. എതിർത്തു പറഞ്ഞിട്ടും ഫലമില്ലല്ലോ. അവൾ ഉണ്ടാക്കുന്ന പണമാണല്ലോ. അവളുടെ മഹാമനസ്കത കൊണ്ടാണല്ലോ താനും തൻ്റെ ഏകപുത്രനായ രമേഷും ഇവിടെ ധനവാന്മാരെ പോലെ ജീവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് തനിക്ക് ഇതെല്ലാം വിട്ട് വീണ്ടും ധാക്കയിലേക്ക് പോകാൻ ആഗ്രഹം തോന്നാറുണ്ട്. അവിടെ ഞാൻ പണ്ട് താമസിച്ചിരുന്ന ഗ്രാമമുണ്ടല്ലോ. മാത്രമല്ല തൻ്റെ ഗൃഹവും. ഒരുപക്ഷെ അതിൽ വല്ല മുസൽമാൻ കുടുംബവും ഇപ്പോൾ താമസിക്കുന്നുണ്ടാവും. സിഗരറ്റ് കുറ്റികൾ എടുത്ത് ആഷ്ട്രയിൽ നിക്ഷേപിച്ചുകൊണ്ട് അയാൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഇതാ കുറച്ച് ചായ വേണം. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയ വേലക്കാരി അയാളെ നോക്കി മന്ദഹസിച്ചു. നീപ്പ, മധുപ്പൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവൾ, സുന്ദരി, 35കാരി, ഇടയ്ക്കിടയ്ക്ക് കാമവിഹ്വലനാക്കുന്നവൾ. ഒരിക്കൽ തനിക്ക് അവളെ പ്രാപിക്കാൻ അവസരം കിട്ടാതിരിക്കില്ല. ഭാര്യ വല്ല പ്രസംഗവേദിയിലും ഇരിക്കുമ്പോൾ, തൻ്റെ മകൻ സിനിമ കാണുമ്പോൾ, വെപ്പുകാരൻ ഭാര്യാഗൃഹത്തിൽ പോകുമ്പോൾ താൻ സകല ജനൽവാതിലുകളും അടച്ച് ഈ ഇരുണ്ട പെണ്ണിനെ മുറുക്കി ആശ്ലേഷിക്കും. തന്നെ നോക്കി എല്ലായ്പ്പോഴും പുഞ്ചിരി തൂക്കുന്നതിൻ്റെ മധുരമായ ശിക്ഷ അന്ന് അവൾ അനുഭവിക്കും. അയാൾ ചുറ്റും നോക്കി. തൻ്റെ ഭാര്യ എവിടെ? വരാന്തയിലെ കട്ടിലും ഒഴിഞ്ഞു കിടക്കുന്നു. നീപ്പാ, യജമാനത്തി എവിടെ? അയാൾ ചോദിച്ചു. ഉറങ്ങിക്കിടക്കുന്നില്ലേ? അവൾ ചോദിച്ചു. ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടില്ലല്ലോ. യജമാനനെ കണ്ടിട്ടില്ലേ? അയാൾ തലയാട്ടുക മാത്രം ചെയ്തു. അതേ നിമിഷത്തിൽ വേലക്കാരി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നിലത്ത് മറിഞ്ഞു വീണു. അവൾ കണ്ട കാഴ്ച അപ്പോൾ അയാളും കണ്ടു. വലിയ സോഫയ്ക്ക് പിന്നിൽ കിടക്കുകയായിരുന്നു ആ വീട്ടിലെ യജമാനത്തി. വെളുത്ത സാരിയുടെ നടുവിൽ രക്തക്കറകൾ, നെഞ്ചത്ത് കടാരി. അവരുടെ മുഖത്ത് നോക്കാൻ പോലും അയാൾക്ക് ധൈര്യം വന്നില്ല. പക്ഷേ അയാൾ അവരുടെ ഇടത്തെ കൈ പൊക്കി പൾസ് പരിശോധിച്ചു. തണുത്ത ആ കൈയിൽ പൾസ് മിടിച്ചിരുന്നില്ല. വേലക്കാരി ബോധരഹിതയാണ്. ഇനി താൻ എന്തു ചെയ്യണം? അയാൾ തന്നോട് തന്നെ ചോദിച്ചു. പോലീസിനെ അറിയിക്കണോ അതോ മകനെ ഉണർത്തണോ? രമേശ് ഈ മരണത്തിൽ ദുഃഖിക്കയില്ല. കാരണം അവനും അവളും തമ്മിൽ യാതൊരു മമതയും ഇല്ലാതായി കഴിഞ്ഞിട്ട് 2 വർഷങ്ങൾ കഴിഞ്ഞു. രമേശ് റോഡറിക്സിൻ്റെ മകളും
നഗരത്തിലെ ഒരു ബ്യൂട്ടി സലൂണിൽ മുടി മുറിക്കുന്നവളുമായ ലീസയെ സ്നേഹിച്ചു തുടങ്ങിയതോടെ അവർ തമ്മിൽ ഒരു ശീതസമരം ആരംഭിച്ചു. ലീസയെ വിവാഹം ചെയ്തു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യമായി പെട്ടിയും സാധനങ്ങളും എടുത്ത് തൻ്റെ ഗൃഹം വിട്ടുപോകണമെന്ന് രമേശിനോട് അവൻ്റെ ചിറ്റമ്മ പറഞ്ഞു. ലോ ക്ലാസ് പെണ്ണുങ്ങൾക്ക് താമസിക്കാനുള്ളതല്ല ഞാൻ പണിപ്പെട്ടു നിർമ്മിച്ച ഈ ഭവനം, അവൾ പറഞ്ഞു. നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല, രമേശ് പറഞ്ഞു. രമേശിൻ്റെ അമ്മ അവന് 10 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. പിന്നീട് കുട്ടിയെയും കൊണ്ട് താൻ കവയിത്രിയായ അനസൂയാദേവിയുടെ അയൽപ്പക്കത്ത് വീടെടുത്തു താമസമായി. ആദ്യം കുട്ടിയോടായിരുന്നു അവർക്ക് ആകർഷണം. അവന് മധുര പലഹാരങ്ങൾ കൊടുക്കുക, അവനെ സിനിമയും സർക്കസും കാട്ടിക്കൊടുക്കുക. അങ്ങനെ ആ ബന്ധം പുരോഗമിച്ച് ഇന്ന് ഈ വിവാഹത്തിൽ കലാശിച്ചു. എൻ്റെ ഭാഗ്യമായിരിക്കാം, ഇല്ലെങ്കിൽ താൻ ഇന്നും കഷ്ടപ്പെട്ടു കഴിയുന്ന ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മാത്രം. ഇപ്പോൾ താൻ ധനികനാണ്, ജീവിക്കുവാൻ വേണ്ടി ജോലി എടുക്കേണ്ടി വരുന്നതുമില്ല. അയ്യോ അയ്യോ നിലവിളിച്ച് വേലക്കാരി അവൾ ബോധക്ഷയത്തിൽ നിന്നും ഉണരുകയായിരുന്നു. ആരാണ് ഈ കടുംകൈ ചെയ്തത്? അവൻ്റെ തലയിൽ ഇടിത്തീ വീഴട്ടെ. ആലോചനകളിൽ നിന്ന് ഉണർന്ന മിത്ര കുനിഞ്ഞിരുന്ന് തൻ്റെ ഭാര്യയുടെ ശവശരീരത്തെ പരിശോധിച്ചു. കണ്ണുകൾ തുറന്നിരുന്നു, പക്ഷേ പകച്ച ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല ആ മുഖത്ത്. ഒരു കൈ അപ്പോഴും നിലത്തായിരുന്നു. ഔറംഗസീബിൻ്റെ നാണ്യം വെച്ച് വെള്ളിയിൽ കെട്ടിയ ആ വലിയ മോതിരം ആ കയ്യിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ രമേശിനെ വിളിക്കട്ടെ, അയാൾ പറഞ്ഞു. മകൻ്റെ മുറിയിൽ കടന്നയുടനെ അയാൾക്ക് തോന്നി താൻ പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു. താൻ നിയമങ്ങൾ പാടെ മറക്കുകയായിരുന്നു. രമേശ്, എഴുന്നേൽക്കൂ, ഒരത്യാഹിതം സംഭവിച്ചിരിക്കുന്നു, അയാൾ പറഞ്ഞു. രമേശ് യാതൊരു ജിജ്ഞാസയും പ്രകടിപ്പിച്ചില്ല. ഞാൻ ഡ്രസ്സ് ചെയ്ത് വരാം, 5 മിനിറ്റ് എനിക്ക് അനുവദിക്കണം, രമേശ് പറഞ്ഞു. മിത്ര വീണ്ടും തൻ്റെ ഭാര്യയുടെ ശവശരീരത്തിന് അരികിലെത്തി. വേലക്കാരി അപ്പോഴും നെഞ്ചത്തടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. ഇനി കുറച്ചു നേരത്തിന് നിർത്ത് നിന്റെ കരച്ചിൽ, അയാൾ പിറുപിറുത്തു. ഇനി പോലീസുകാർ വരുമ്പോൾ കരയാം. അർദ്ധരാത്രിക്കു ശേഷം താൻ ഒരിക്കൽ ഉണർന്നപ്പോൾ സൽക്കാരമുറിയിൽ നിന്ന് അവളുടെ സംഭാഷണം കേട്ടതായി മിത്ര ഓർമ്മിച്ചു. പിന്നീട് എപ്പോഴാണ് സംസാരം നിലച്ചത്? എപ്പോഴാണ് അവസാനത്തെ അതിഥിയും യാത്രയായത്? അവസാനത്തെ അതിഥി കൊലപാതകിയായിരുന്നുവോ? പല ചോദ്യങ്ങളും അയാളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അവളുടെ കാതിൽ കിടക്കുന്ന വൈരക്കമ്മലുകളോ കഴുത്തിലെ ചങ്ങലയോ കൊലപാതകി അപഹരിച്ചിരുന്നില്ല. അപ്പോൾ അയാൾ മോഷ്ടാവല്ല, തീർച്ചയാണ്. പിന്നെ അവളെ കൊന്നതുകൊണ്ട് അയാൾ എന്തു നേടി? അവൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നുവോ? അവളുടെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുത്ത് 1 വർഷത്തോളമായി ശല്യപ്പെടുത്തി വരുന്ന ആ പത്രാധിപരായിരിക്കുമോ കൊലപാതകി? കേസ് പിൻവലിക്കാൻ മന്ത്രി വരെ അയാളെ ഉപദേശിച്ചു തുടങ്ങിയിരുന്നു. കേസ് പിൻവലിച്ചാൽ തനിക്ക് മാനഹാനി വന്നു ഭവിക്കുമെന്ന് കരുതി അവളെ കൊന്നതായിരിക്കുമോ? അതോ രമേശിൻ്റെ പെണ്ണിൻ്റെ ആങ്ങളമാരുടെ കൈവേലയായിരിക്കുമോ ഇത്? അവർ തൊഴിലില്ലാത്തവരാണ്. ഇടയ്ക്ക് വല്ല കള്ളവാറ്റും നടത്തിയിട്ടോ വല്ല കള്ളക്കടത്തിലും പങ്കെടുത്തോ 4 കാശ് ഉണ്ടാക്കും. അപ്പോഴെല്ലാം നല്ല പട്ടു ഷർട്ടുകളും ധരിച്ച് തെരുവിൽ കൂടി മൂളിപ്പാട്ടുകൾ പാടി നടക്കുന്നത് കാണാം. അല്ലാത്തപ്പോൾ മുഷിഞ്ഞ വസ്ത്രവുമായി ഞങ്ങളുടെ വീടിന് പുറത്തിരുന്ന് വഴിയിൽ പോകുന്നവരെയൊക്കെ തെറി പറയും. ഒരിക്കൽ അവരിൽ ഒരാൾ അനസൂയയെ ഫോൺ ചെയ്തു. എൻ്റെ അനുജത്തിയുടെ ചാരിത്രം നശിപ്പിച്ചത് രമേശാണ്. അയാൾ ഉടനെ അവളെ വിവാഹം ചെയ്യണം. നിങ്ങളാണ് തടസ്സം പറയുന്നതെന്ന് എനിക്കറിയാം. സൂക്ഷിക്കണം, ഞാൻ നിങ്ങളെ കുത്തിക്കൊന്നും അനിയത്തിയുടെ ഭാവി സുരക്ഷിതമാക്കും. ഇനി അവനായിരിക്കുമോ യഥാർത്ഥ കൊലപാതകി? ഇതാര് ചെയ്തു? രമേശ് ചോദിച്ചു. അവൻ്റെ മുഖത്ത് യാതൊരു ക്ഷോഭവും കണ്ടില്ല. ചുണ്ടിൽ ഒരു മന്ദഹാസം വിടരുന്നുവെന്നു കൂടി മിത്ര സംശയിച്ചു. എന്നോട് ചോദിച്ചിട്ടെന്തു ഫലം? മിത്ര ചോദിച്ചു. ഞാൻ ഉറങ്ങുകയായിരുന്നു, ഒന്നും അറിഞ്ഞില്ല. അതെല്ലാം പോലീസുകാരോട് അച്ഛൻ പറഞ്ഞുകൊള്ളും, രമേശ് പറഞ്ഞു. എന്നിട്ട് ഫോണിലൂടെ പോലീസിനെ വിവരം അറിയിച്ചു. മിത്ര പരിഭ്രമത്താൽ വിയർത്തു. നീ എന്നെ സംശയിക്കുന്നുവെന്നോ? അയാൾ മകനോട് ചോദിച്ചു. ഞാൻ അത്രയ്ക്ക് നിഷ്ഠുരനാണെന്ന് നീ കരുതുന്നുവോ? മാത്രമല്ല, ഞാൻ അവളെ എല്ലായ്പ്പോഴും അങ്ങേയറ്റം ആരാധിച്ചിരുന്നുവല്ലോ. അച്ഛൻ പണത്തെയും ആരാധിച്ചിരുന്നു, രമേശ് പറഞ്ഞു. മഹാപാപി, മിത്ര അട്ടഹസിച്ചു. മഹാപാപി, മിത്ര അട്ടഹസിച്ചു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത്തരം ഒരു ആരോപണം നടത്തുവാൻ? നീ ആ പെണ്ണിൻ്റെ സഹവാസം കൊണ്ട് പാടെ മാറിയിരിക്കുന്നുവെന്ന് അനസൂയ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇപ്പോഴാണ് അതിൻ്റെ വാസ്തവം മനസ്സിലാക്കുന്നത്. വാസ്തവം മനസ്സിലാക്കിയിട്ടും ഫലമില്ലല്ലോ, രമേശ് പറഞ്ഞു. ഈ പറയുന്നതിൻ്റെ അർത്ഥം? മിത്ര ചോദിച്ചു.
അത് ഉടനെ തന്നെ അച്ഛന് മനസ്സിലാകും. രമേശ് മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. പോലീസുകാർ വരട്ടെ. വേലക്കാരി ഉറക്കെ തേങ്ങി. നേരം 8:30 മണി. എന്നിട്ടും 4 മണിക്ക് മുൻപ് ഉണർന്നെഴുന്നേറ്റ് കോലായിൽ വന്നിരിക്കുന്ന റോഡറിക്സ് എന്ന കിഴവന് ഒരു കപ്പ് ചായയോ കാപ്പിയോ കൊടുക്കാൻ ആരും മുതിർന്നില്ല. വീട്ടിലുള്ളവർക്കൊക്കെ പിടിപ്പത് ജോലി ഉണ്ടായിരുന്നു. ലീസയ്ക്ക് കുളിച്ച് ഉടുപ്പ് ധരിച്ച് പട്ടണത്തിലേക്കുള്ള 9 മണിയുടെ ഇലക്ട്രിക് വണ്ടി പിടിക്കണം. കുളിക്ക് മുൻപ് ഇന്നലെ ധരിച്ച ഉടുപ്പുകളും അടിവസ്ത്രങ്ങളും സോപ്പുപൊടി കലക്കിയ വെള്ളത്തിൽ മുക്കിയെടുത്ത് അലക്കണം. 10 മണി കഴിഞ്ഞാൽ ഒരൊറ്റ പൈപ്പിലും വെള്ളം കാണുകയില്ല. വസ്ത്രങ്ങൾ ഉണക്കാനിട്ട് ലീസ കുളിമുറിയിൽ കൃത്യം 8-ന് കടക്കുന്നു. പിന്നെ പുറത്തു വരുന്നത് 8:30-ക്കാണ്. പിന്നീട് മുഖത്ത് പൗഡറും ചായവും തേക്കൽ കഴിയാൻ 1/4 മണിക്കൂറാകും. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സാൻഡ്വിച്ചും മത്സ്യം വറുത്തതും ഒരു പ്ലാസ്റ്റിക് പെട്ടിയിലാക്കി അവൾ തൻ്റെ കറുത്ത സഞ്ചിയിൽ നിക്ഷേപിക്കുന്നു. ഇതൊക്കെ കഴിയുമ്പോഴേക്കും സ്റ്റേഷനിലേക്ക് നടക്കാനുള്ള സമയമാവും. സ്റ്റേഷൻ വീട്ടിൽ നിന്ന് 1 ഫർലോങ് ദൂരെ. പക്ഷേ ലീസ മടമ്പ് പൊങ്ങിയ ഷൂസുകളാണ് ധരിക്കാറുള്ളത്. അതുകൊണ്ട് അവൾക്ക് ധൃതിയിൽ ഓടുവാനൊന്നും കഴിയില്ലല്ലോ. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, റോഡറിക്സ് പറഞ്ഞു. ആരും അത് കേട്ടാൽ തന്നെ ശ്രദ്ധിച്ചില്ല. മൂത്ത മകൻ അപ്പോഴും കട്ടിലിൽ കിടന്ന് കൂർക്കം വലിക്കുകയായിരുന്നു. അയാളുടെ വലബനിയൻ അവിടെവിടെയായി കീറിയിരുന്നു. രോമനിബിഡമായ വയറ്റിൽ കണ്ണോടിച്ചുകൊണ്ട് റോഡറിക്സ് പ്രാഗി. പന്നി. രണ്ടാമത്തെ മകൻ സിറിൽ അടുക്കളയിൽ നിന്ന് ഒരു മഗ്ഗിൽ ചായയുമായി പുറത്തു വന്നു. ആവി ഉയരുന്ന ചായ. വൃദ്ധൻ്റെ വായിൽ വെള്ളമൂറി. ആ ചായ എനിക്ക് തരൂ മോനെ, അയാൾ പറഞ്ഞു. സിറിൽ പൊട്ടിച്ചിരിച്ചു. അയാൾ തിണ്ണമേലിരുന്ന് ചായ ഊതി കുടിച്ചു തുടങ്ങി. ഞാൻ ചേട്ടത്തിയമ്മയുടെ സേവയ്ക്ക് നിന്നിട്ട് കിട്ടിയ ചൂടുചായയാണ്, അയാൾ വൃദ്ധനോട് പറഞ്ഞു. ഇത് ഞാൻ അച്ഛനല്ല ദൈവനമ്പുരാനും കൊടുക്കില്ല. എനിക്ക് ചായ എപ്പോഴാണ് തരിക എന്ന് മറിയയോട് ചോദിക്കൂ മോനെ, റോഡറിക്സ് പറഞ്ഞു. എൻ്റെ ചുമയ്ക്ക് അല്പശമനമുണ്ടാകും ചായ കുടിച്ചാൽ. അച്ഛൻ്റെ ചുമ മാറിയിട്ട് ഏടത്തിയമ്മയ്ക്ക് എന്താണ് കിട്ടുക? സിറിൽ ചോദിച്ചു. എന്നിട്ട് ആ ചോദ്യത്തിൻ്റെ ഗൂഢാർത്ഥം നുണച്ചുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. വൃദ്ധൻ ചുമർ തപ്പിക്കൊണ്ട് അടുക്കളയിലേക്കു നീങ്ങി. അവിടെ തട്ടിൽ നിന്ന് തൂങ്ങുന്ന ഒരു ബൾബ് കത്തുന്നുണ്ടായിരുന്നു. മറിയ 2 തട്ടത്തിൽ ചപ്പാത്തികൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ഒന്നിൽ വെണ്ണ പുരട്ടിയെടുത്തവ, മറ്റേതിൽ ഉണക്കച്ചപ്പാത്തികൾ. വൃദ്ധനെ കണ്ടയുടനെ മറിയ തൻ്റെ ടവലെടുത്ത് നല്ല ചപ്പാത്തി തട്ടം ആകെ മൂടി. അച്ഛനെന്തിനാണ് ഈ അടുക്കളയിൽ വരുന്നത്? അവൾ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരില്ലേ, എന്ത് വേണമെങ്കിലും. വൃദ്ധൻ നിലത്ത് കുത്തിയിരുന്ന് മെല്ലെ ചിരിച്ചു. ഏതായാലും അമ്മ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ചായയും 4 വെണ്ണ തേച്ച ചപ്പാത്തികളും തരൂ. നിന്റെ ഭർത്താവിന് മാത്രമല്ല, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നല്ല ഭക്ഷണം തിന്നുവാൻ. അയ്യോ, അച്ഛൻ എന്തൊക്കെയാ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു, മറിയ പറഞ്ഞു. ഞാൻ ഒരു പക്ഷഭേദവും കാണിക്കാറില്ലല്ലോ. എടി മറിയ, ഒരു കാര്യം നീ ഓർക്കണം, വൃദ്ധൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ ആകെ കൂടി ഒരാൾ മാത്രമേ പണം സമ്പാദിക്കുന്നുള്ളൂ. അത് എൻ്റെ മകൾ ലിസിയാണ്. അവൾ എല്ലാ മാസവും 400 ഉറുപ്പിക വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ 300 അവൾ നിന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം പാകം ചെയ്ത് തരാനായി. മതി മതി, എനിക്കെല്ലാം അറിയാം, മറിയ പറഞ്ഞു. ഇതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തണ്ട. ഞാൻ ഒന്നും ഒളിച്ചു വെച്ച് തിന്നുന്നവളല്ല. എടുത്തുകൊള്ളൂ, എല്ലാം തിന്നുകൊള്ളൂ. അവൾ 2 തട്ടങ്ങളും വൃദ്ധൻ്റെ അടുക്കൽ വെച്ചു. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ചായയും ഒഴിച്ചു കൊടുത്തു. വൃദ്ധൻ ഇടവും വലവും നോക്കാതെ സകലതും ഭക്ഷിച്ചു. തട്ടങ്ങൾ കാലിയായപ്പോൾ അയാൾ എഴുന്നേറ്റ് വീണ്ടും കോലായിലേക്ക് നടന്നു. മറിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ കട്ടിലിലേക്ക് ചെന്നു. എന്നെ കൊന്നുകളയൂ, അവൾ പറഞ്ഞു. എനിക്ക് വയ്യ ഇങ്ങനെ ശകാരം കേട്ട് ഇവിടെ ഒരടിമയെ പോലെ കഴിയാൻ. അവളുടെ ഭർത്താവ് കണ്ണുകൾ മിഴിച്ചു. പക്ഷേ അയാൾ സംസാരിച്ചില്ല. അകപ്പാടെ ജീവിതം മടുത്തു കഴിഞ്ഞെന്ന മുഖഭാവമായിരുന്നു അയാളുടേത്. മറിയ ഉച്ചത്തിൽ തേങ്ങി. എന്താണ് ഏടത്തിയമ്മേ ഈ ദുഃഖത്തിൻ്റെ കാരണം? ലിസ ചോദിച്ചു. അവൾ കുളി കഴിഞ്ഞ് മുടി തുവർത്തിക്കൊണ്ടാണ് പ്രവേശിച്ചത്. അവൾ കറുത്തവളെങ്കിലും അവയവ ഭംഗിയുള്ളവളായിരുന്നു. അച്ഛൻ അടുക്കളയിലെ സകല ഭക്ഷണവും തിന്നു തീർത്തു. മറിയ പറഞ്ഞു. ഇനി ഞാൻ നിനക്ക് എന്തു തരും ലിസ? ഇനി ഞാൻ എന്തു കൊടുക്കും ഈ ഒന്നിനും കൊള്ളാത്തവന്? സിറിൽ അവളുടെ വാക്കുകൾ കേട്ട് മുറിയിലേക്ക് വന്നു. അച്ഛൻ ഞങ്ങളെ പട്ടിണിയാക്കിയോ? അയാൾ ചോദിച്ചു. ആകപ്പാടെ ഒരു അസ്ഥിപഞ്ജരം. പക്ഷെ ഈ ലോകം മുഴുവൻ തട്ടത്തിലിട്ട് കൊടുത്താൽ തിന്നും ഈ കിഴവൻ, സിറിൽ പറഞ്ഞു. കിഴവൻ അതു കേട്ടു. അയാൾക്ക് ദേഷ്യം വന്നു. എനിക്കായി ഇവൾ തന്നത് മാത്രമേ ഞാൻ തിന്നിട്ടുള്ളൂ. അപഹരിച്ചു തിന്നു ശീലിച്ചവനല്ല ഞാൻ, അയാൾ പറഞ്ഞു. ഈ ദാരിദ്ര്യത്തിൽ നിന്നും വേഗം രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ലേ ലിസ?
സിറിൽ ചോദിച്ചു. നിന്റെ കല്യാണം എന്നാണ് നടക്കുക? വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി ഒരു കൊല നടത്തുവാനും കൂടി ഞാൻ തയ്യാറാണ്. സിറിൽ ചിരിച്ചു. ചിരിക്കുന്നു, ലീസ പറഞ്ഞു. ഏട്ടൻ്റെ ഇത്തരത്തിലുള്ള സംസാരം കൊണ്ടാണ് എൻ്റെ സ്ഥിതി കൂടുതൽ വഷളാക്കിയത്. ഇപ്പോൾ രമേഷിൻ്റെ ചിറ്റമ്മ പറയുന്നു ഈ കല്യാണം നടക്കുകയേയില്ല എന്ന്. അവരൊക്കെ സംസ്കാരമുള്ളവരാണ്, ധനികരാണ്. അവരോട് പെരുമാറുമ്പോൾ ജ്യേഷ്ഠന് കുറച്ച് അച്ചടക്കം കാണിക്കാമായിരുന്നില്ലേ? പോടി നിന്റെ സംസ്കാരമുള്ളവർ, സിറിൽ പറഞ്ഞു. നിന്നെ കല്യാണം കഴിക്കാൻ ഒരൊറ്റ കത്തോലിക്കനും മുന്നോട്ട് വരില്ല. അത്രയ്ക്ക് കെട്ടുപോയി നിന്റെ പേര്. എന്നാൽ നീ സർവവും സമ്മാനിച്ച് പ്രീതിപ്പെടുത്തിയ ഹിന്ദുവോ? അവന് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹവുമില്ല. നീ നിന്റെ ജീവിതം നശിപ്പിച്ചു ലീസേ. ഈ വിഷയത്തെപ്പറ്റി ഇനി എന്നോട് പറയരുത്, ലിസ പറഞ്ഞു. എൻ്റെ ജീവിതം എൻ്റേതാണ്. കല്യാണം കഴിച്ചില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നാൽ മതി എനിക്ക്. പോലീസ് വാൻ വന്നപ്പോൾ കോലായിൽ ഇരുന്നിരുന്ന വൃദ്ധൻ ഞെട്ടി എഴുന്നേറ്റു. മറ്റുള്ളവർ അമ്പരന്നു. പോലീസോ? സിറിൽ ചോദിച്ചു. ഞങ്ങൾ മദ്യം വാറ്റിൽ നിർത്തിയിട്ട് കൊല്ലം 5 ആയല്ലോ. കള്ളവാറ്റ് അന്വേഷിച്ചല്ല ഞങ്ങൾ തിരിച്ചത്, ഇൻസ്പെക്ടർ രാമചന്ദ്രൻ പറഞ്ഞു. നഗരത്തിൽ നിങ്ങൾക്കറിയുന്ന ഒരു ഗൃഹത്തിൽ ഒരു ഭയങ്കര കൊലപാതകം നടന്നിട്ടുണ്ട്. അതിന് തെളിവുകൾ തേടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ് കൊല്ലപ്പെട്ടത്? സിറിൽ ചോദിച്ചു. അനസൂയാദേവി എന്നു പേരുള്ള കവയിത്രി, ഇൻസ്പെക്ടർ പറഞ്ഞു. ഇൻസ്പെക്ടർ രാമചന്ദ്രന് അന്നു രാത്രി ഉറക്കം വന്നില്ല. അയാൾ തൻ്റെ മേശപ്പുറത്ത് അനസൂയാദേവിയുടെ പടം പുസ്തകത്തിന്മേൽ ചാരി വെച്ചു. പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾ, പക്ഷേ കരയുന്ന കണ്ണുകൾ. വെയിലും മഴയും ഒത്തുചേർന്ന് ഒരു ദിവസത്തെ പോലെയായിരുന്നു ആ കവയിത്രി. താൻ ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ തന്നെ അവരെ ആരാധിച്ചിരുന്നു. അവരുടെ പ്രേമഭാരം വഹിക്കുന്ന ഈരടികൾ താൻ ഏകാന്തതയിൽ പാടാറുണ്ടായിരുന്നു. അവരെ കൊല്ലുവാൻ, മൃദുലമായ ആ ശരീരത്തിൽ തൻ്റെ കടാരി ഇറക്കുവാൻ ആർക്കാണ് മനസ്സ് വന്നത്? അവർക്ക് ശത്രുക്കളേ ഉണ്ടായിരുന്നില്ല എന്ന് തന്നോട് പ്രസ്താവിച്ച ഭർത്താവ് കൂടിയും വാസ്തവത്തിൽ ആ നിർഭാഗ്യവതിയുടെ ശത്രുവായിരുന്നു. അവരുടെ പ്രസിദ്ധിയെ മാത്രമേ ആ മനുഷ്യൻ സ്നേഹിച്ചിരുന്നുള്ളൂ. അന്വേഷണങ്ങളാലെ താൻ പലതും മനസ്സിലാക്കി കഴിഞ്ഞു. അനസൂയാദേവി വിവാഹം ചെയ്ത് തൻ്റെ വീട്ടിൽ രാജാവാക്കി വാഴിച്ച മിസ്റ്റർ മിത്ര സ്ത്രീലമ്പടനായിരുന്നു. ഭൃത്യന്മാരും പച്ചക്കറി മുതലായവയുടെ കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കുന്ന പെണ്ണുങ്ങളും അയാളുടെ കാമത്തിന് ഇരയായി തീർന്നു. അനസൂയാദേവി മരിച്ചാൽ ആ ധനത്തിനെല്ലാം അവകാശി മിത്രയായിത്തീരും. അവരുടെ മരണം അയാൾക്ക് നിശ്ചയമായും ഗുണപ്രദമാകും. പക്ഷേ കൊല്ലുവാൻ അയാൾക്ക് കഴിഞ്ഞുവെന്ന് താൻ വിശ്വസിക്കുന്നില്ല. കനത്ത ഏത് വികാരത്തിനും ആ ചെറിയ തലയിൽ സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ആരാണ് ശത്രു? റോഡറിക്സിൻ്റെ ആൺമക്കളോ? മദ്യപിച്ച് ബോധം കെട്ട് റോഡിൻ്റെ വക്കത്തോ പാർക്കിലോ വീഴുന്ന ആ മടിയന്മാരോ? കൊല്ലാനുള്ള ബുദ്ധി അവർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. കൊല്ലുവാനുള്ള പ്ലാൻ മനസ്സിൽ വരച്ചു വയ്ക്കാൻ ക്ഷമയും അവർക്കില്ല. അനസൂയാദേവിയുടെ പേരിൽ കള്ള കോപ്പിറൈറ്റ് കേസ് കൊടുത്ത് അവരെ ശല്യപ്പെടുത്തിയ പത്രാധിപർ? അയാൾക്ക് കേസ് പിൻവലിക്കാൻ ഭയമായിരുന്നുവെന്ന് കേട്ടു. തനിക്ക് അപമാനകരമാവുമല്ലോ അത്. എല്ലാ സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാരും അനസൂയാദേവിയുടെ ഭാഗത്തായിരുന്നു. പലയിടത്തും സമ്മേളനങ്ങൾ നടന്നു, ചർച്ചകൾ നടന്നു. അനസൂയാദേവിയെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയാൽ മാത്രമേ തനിക്ക് 4 ആളുകളുടെ മുഖത്ത് നോക്കി നടക്കുവാൻ ഇനി സാധ്യമാവുകയുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായിരിക്കണം. അയാൾ പണം കൊടുത്ത് കൊല്ലിച്ചിരിക്കാം. അല്ലെങ്കിൽ അനസൂയാദേവിയുടെ ചവറ്റുകൊട്ടയിൽ കിടന്നിരുന്ന കത്ത് എഴുതിയ മാധവൻ പിള്ളയാവാം കൊലപാതകി. കാണാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പണ്ടത്തെ രഹസ്യം വെളിപ്പെടുത്തും. ആ കത്ത് എൻ്റെ കൈവശമുണ്ടെന്ന് ഓർമ്മ വേണം. കത്തിലെ വരികളാണവ. ഇൻസ്പെക്ടർ മേൽവിലാസവും എത്തിയത് കാണ്ടിവില്ലയിലെ ഒരു മഞ്ഞ നിറ കെട്ടിടത്തിലാണ്. വരിയായി നിർമ്മിച്ച മുറികളിൽ പല കുടുംബങ്ങളും കഴിഞ്ഞുകൂടുന്നു. നിങ്ങളാണോ മാധവൻ പിള്ള? ഇൻസ്പെക്ടർ ചോദിച്ചു. 3-ാം നമ്പർ മുറിയിൽ കട്ടിലിൽ കിടന്ന് മാതൃഭൂമി വായിച്ചിരുന്ന വൃദ്ധൻ തിരിഞ്ഞു നോക്കി. ഭീഷണിപ്പെടുത്തിയപ്പോൾ പിള്ള സത്യം പറഞ്ഞു. താൻ 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ ജോലിയെടുത്തിരുന്നു. റേഷൻ കാർഡ് അന്വേഷിച്ചുകൊണ്ട് പല വീടുകളിലും കയറിയിറങ്ങിയിരുന്ന കാലം. താൻ അതിൻ്റെ ഇൻസ്പെക്ടറായിരുന്നു. ഒരു മധ്യാഹ്നത്തിൽ താൻ ചർച്ച് ഗേറ്റിലെ ഒരു ധനിക കുടുംബത്തിൽ ചെന്നു കയറി. അവിടെ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ മറ്റാരുമില്ല. പിന്നീടൊരിക്കൽ വന്നാൽ കാർഡ് കാണിച്ചു തരാം, അവൾ പറഞ്ഞു. ഏതോ വികാരത്തിൻ്റെ ആവേശത്തള്ളലാൽ താൻ വാതിലടച്ചുകൂട്ടി ആ പെൺകുട്ടിയെ ഗാഢമായി ആശ്ലേഷിച്ചു. അവൾക്ക് നിലവിളിക്കാൻ കൂടി കെൽപ്പുണ്ടായിരുന്നില്ല.
ഒടുവിൽ താൻ അവളെ വിട്ടുപിരിഞ്ഞപ്പോൾ പരവതാനിയിൽ മലർന്നു കിടന്നുകൊണ്ട് അവൾ തേങ്ങിയിരുന്നു. വാതിലടയ്ക്കുമ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ പേര് മാധവൻ പിള്ള എന്നാണ്. പോലീസിൽ അറിയിക്കാനാണോ ഭാവം? താൻ പറഞ്ഞു. എന്തും സഹിക്കാനുള്ള ധൈര്യം അന്നൊക്കെ തനിക്കുണ്ടായിരുന്നു. ആ പെൺകുട്ടി എഴുന്നേറ്റ് വന്ന് തന്നെ ചുംബിച്ചു. ഇല്ല, ഇത് ഞാൻ ആരോടും പറയുകയില്ല, അവൾ പറഞ്ഞു. ഏകദേശം 4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്കൊരു കത്ത് വന്നു. അവളുടെ കത്ത്. അന്നാണ് ഞാൻ അവളുടെ പേര് അനസൂയ എന്നാണെന്ന് മനസ്സിലാക്കിയത്. അവൾ ബംഗാളിയാണെന്നോ അച്ഛനമ്മമാരുടെ ഏകപുത്രിയാണെന്നോ താൻ ധരിച്ചിരുന്നില്ല. എന്നെ വിവാഹം ചെയ്യണം, ഞാൻ ഗർഭിണിയാണ്, നിങ്ങളാണല്ലോ ഉത്തരവാദി, ഉടനെ എന്നെ കാണാൻ വരണം, അനസൂയ. കത്ത് കിട്ടിയപ്പോൾ അവിടെ പോകാമായിരുന്നു, അവളെ വിവാഹം ചെയ്യാമായിരുന്നു. പക്ഷെ അവളുടെ മാതാപിതാക്കന്മാരെ ഭയന്ന് താൻ ഉടനെ നഗരം വിട്ട് തൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നെ താൻ അലഞ്ഞു, പട്ടിണി കിടന്നു, രോഗിയായി, വൃദ്ധനായി, ആരുമില്ലാത്തവനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ നാക്കിൽ ഒരു പഴുപ്പ് കണ്ടു തുടങ്ങിയത്. അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ പറഞ്ഞു, ഉടനെ ബോംബെക്ക് പോയിക്കൊള്ളുവാൻ. ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയാൽ താൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. തൻ്റെ പെങ്ങളുടെ മകൻ ശശി ബോംബെയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. അവന് കത്തെഴുതി പണം വരുത്തി അങ്ങനെ ഇവിടെ എത്തി, മാധവൻ പിള്ള പറഞ്ഞു. അപ്പോഴാണ് ഞാൻ കേട്ടത് അനസൂയാദേവി ഇവിടെ വലിയ മോടിയിൽ കഴിയുന്നു എന്ന്. ഒന്ന് കാണണമെന്ന് തോന്നി. എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ, വല്ലതും കിട്ടിയാൽ ലാഭവും. അവരുടെ കത്ത് കൈവശമുണ്ടോ? ഇൻസ്പെക്ടർ ചോദിച്ചു. മാധവൻ പിള്ള തലകുലുക്കി. അതുമാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അവർക്ക് കത്തെഴുതിയത് ഒരു തെറ്റാണെങ്കിൽ എന്നെ നിങ്ങൾ ശിക്ഷിച്ചുകൊള്ളൂ, എനിക്ക് ജയിലിൽ കിടക്കാമല്ലോ. കുറച്ചുകാലം സർക്കാരിൻ്റെ ചെലവിൽ അവർ നിങ്ങളെ അയച്ചതാണോ എന്നെ അറസ്റ്റ് ചെയ്യുവാൻ? ക്യാൻസർ പിടിച്ച ഈ വൃദ്ധനെ? അനസൂയാദേവി എന്നെ അയച്ചതല്ല, അയക്കുകയില്ല, ഇൻസ്പെക്ടർ പറഞ്ഞു. അവർ മരിച്ചുപോയിരിക്കുന്നു. ഇന്നലെ രാത്രി അവരെ ആരോ കുത്തിക്കൊന്നു. അതാരാണെന്ന് അന്വേഷിക്കാൻ ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. ഞാനല്ല, മാധവൻ പിള്ള പറഞ്ഞു. ഞാനൊരിക്കലും അവളെ കൊല്ലില്ല. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായിരിക്കാം, പക്ഷെ ഞാനൊരു കൊലപാതകിയല്ല. അത് എനിക്കും അറിയാം, ഇൻസ്പെക്ടർ പറഞ്ഞു. നിങ്ങളുടെ മരുമകൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? അവൻ ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു, പിള്ള പറഞ്ഞു. അവന് അവരുടെ മേൽവിലാസം കൂടി അറിയില്ല. അവനെ ശങ്കിക്കരുത്, അവൻ നിരപരാധിയാണ്. അവൻ്റെ അടുത്ത് ഞാൻ താമസിക്കാൻ വന്നതുകൊണ്ട് അവനും ബുദ്ധിമുട്ടായി. എനിക്ക് കേരളത്തിൽ കിടന്ന് മരിക്കാമായിരുന്നു. ഇൻസ്പെക്ടർ എഴുന്നേറ്റു. ഞാൻ പോയി വരട്ടെ, അയാൾ പറഞ്ഞു. പിന്നെ ഒരിക്കൽ കാണാം. ഗേൾസ് കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചററായ സുരേന്ദ്ര മേത്തയെ കാത്ത് അയാളുടെ മുറിക്ക് പുറത്തുള്ള വരാന്തയിൽ ഇൻസ്പെക്ടർ രാമചന്ദ്രൻ ഇരിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി അയാളുടെ അടുത്ത് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആ കൊലക്കേസിനെ സംബന്ധിച്ച് പല വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇൻസ്പെക്ടർ ഒന്നും പറഞ്ഞില്ല. അവളെ കണ്ടാൽ ഉടനെ ഒരു ഹിസ്റ്റീരിയക്കാരിയാണെന്ന് ആർക്കും മനസ്സിലാവും. മെലിഞ്ഞ് നീരുവലിഞ്ഞ ശരീരം, ചൊലിക്കുന്ന കണ്ണുകൾ. ഞാനാണ് മേരി, അവൾ പറഞ്ഞു. ഞാൻ സുരേന്ദ്ര മേത്തയുടെ ശിഷ്യയാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം എനിക്കറിയാം. ഞാൻ മേത്തയോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്, ശിഷ്യരോടല്ല, ഇൻസ്പെക്ടർ പറഞ്ഞു. അദ്ദേഹം ഭക്ഷണം കഴിച്ചു വരട്ടെ, അതുവരെ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളൂ, അവൾ പറഞ്ഞു. സുരേന്ദ്ര മേത്ത അനസൂയാദേവിയുടെ ആരാധകനായിരുന്നുവെന്ന് മേരി പറഞ്ഞു. അയാൾ അവർക്ക് പ്രേമലേഖനങ്ങൾ അയക്കുക മാത്രമല്ല, അവരെ സന്ദർശിക്കാറുമുണ്ടായിരുന്നു. കൊലപാതകം നടന്ന രാത്രിയിൽ അയാൾ അവരുടെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കാനായി ഡ്രസ് ചെയ്തു പോയിരുന്നു. മേരി, അയാൾ ടാക്സി പിടിക്കുന്നത് കണ്ടപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അയാളോട് ചോദിക്കുകയുണ്ടായി. അനസൂയാദേവിയുടെ വീട്ടിലെ ഡിന്നറിൽ പങ്കുകൂടാൻ പോവുകയാണെന്ന് അയാൾ പറഞ്ഞു. അയാളുടെ വേഷം വിചിത്രമായിരുന്നു. കറുത്ത സൂട്ട്, കറുത്ത ഷർട്ട്, കറുത്ത കൈലേസ്. ആരുടെയോ മരണത്തിൽ അനുശോചിക്കാനായി പോകുന്നത് പോലെയുണ്ടെന്ന് അവൾ പറയുകയും ചെയ്തു. അപ്പോൾ സുരേന്ദ്ര മേത്ത ഒന്നും പറഞ്ഞില്ല. തനിക്ക് അനസൂയാദേവിയോട് കനത്ത അസൂയയുണ്ടെന്ന് അയാൾ ധരിച്ചു വച്ചിരുന്നു. തനിക്ക് എന്തിനാ ആ മധ്യവയസ്കയോട് അസൂയ? അനസൂയാദേവിയെപ്പറ്റി കേൾക്കാൻ കൊള്ളാത്ത പല കഥകളും നഗരത്തിൽ പ്രചരിച്ചിരുന്നു. അവരുടെ സ്വകാര്യ ജീവിതം വാഷളാണ്. അവർക്ക് സദാചാരബോധമേ ഇല്ല. മേരി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുരേന്ദ്ര മേത്ത അവിടെ വന്നെത്തി. അയാൾ ഇൻസ്പെക്ടറെ തൻ്റെ മുറിയിലേക്ക് ആനയിച്ചു. വാതിൽ പൂട്ടിയതിനു ശേഷം അയാൾ പറഞ്ഞു, ചുമരുകൾക്കും കാതുണ്ട്. നിങ്ങൾ ഇന്നലെ രാത്രി അനസൂയാദേവിയുടെ ഡിന്നറിന് പോയിരുന്നുവോ? ഇൻസ്പെക്ടർ ചോദിച്ചു.
ഉവ്, ഞാൻ 7:30 മുതൽ രാത്രി 11 വരെ അവിടെ ഉണ്ടായിരുന്നു, മേത്ത പറഞ്ഞു. അയാളുടെ കൈത്തലം അകാരണമായി വിറച്ചുകൊണ്ടിരുന്നു. നിങ്ങളും അവരുമായുള്ള ബന്ധം? ഇൻസ്പെക്ടർ ചോദിച്ചു. ഞാൻ അവരെ ആരാധിച്ചിരുന്നു, സുരേന്ദ്രമേത്ത പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ഇത്രയധികം മറ്റൊരാളെയും സ്നേഹിച്ചിട്ടില്ല. അവർ ദുഃഖിതയായിരുന്നു, ഏകാകിനിയായിരുന്നു. അവരോട് ഈ നഗരം വിട്ട് എൻ്റെ കൂടെ ഗുജറാത്തിൽ വരാൻ ഞാൻ എത്രയോ തവണ നിർബന്ധിച്ചു. അവരുടെ ജീവൻ എന്നാൽ രക്ഷപ്പെടുമായിരുന്നു. ഇവിടെ സർവരും അവരുടെ രഹസ്യ ശത്രുക്കളായിരുന്നു, അവരുടെ ഭർത്താവ് കൂടി. ഞാൻ അവരെ ആനന്ദവതിയാക്കുമായിരുന്നു, സുരക്ഷിതത്വം നേടിക്കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ എന്നെ ചിരിച്ചു പറഞ്ഞയച്ചു. എൻ്റെ വിഡ്ഢിക്കുട്ടിയെന്ന് വിളിച്ച് അവർ കളിയാക്കി. ഞാൻ വയസ്സിലും അവരുടെ താഴെയാണ്. എനിക്ക് 35 മാത്രമേ ആയിട്ടുള്ളൂ, അവർക്ക് 40 വയസ്സായി കാണും. പക്ഷേ അവർ ഉദിച്ചു പൊങ്ങുന്ന സൂര്യനെപ്പോലെ തിളക്കമുള്ളവരായിരുന്നു. അവരെ മറക്കുവാൻ ഒരിക്കൽ കണ്ടവർക്ക് സാധ്യമല്ല. ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്ന അതിഥികൾ എല്ലാവരെയും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഇൻസ്പെക്ടർ ചോദിച്ചു. അയ്യോ ഇല്ല, മേത്ത പറഞ്ഞു. പല പുതുമുഖങ്ങളെയും ഞാൻ കണ്ടു. അവരുടെ പാർട്ടികളിൽ എല്ലായ്പ്പോഴും പല അപരിചിതരെയും കാണാം. നഗരം സന്ദർശിക്കുന്ന എഴുത്തുകാരും കലാകാരന്മാരും അവിടെ വന്ന് അവരുടെ ആതിഥ്യം സ്വീകരിക്കാതെ ഒരിക്കലും മടങ്ങാറില്ല. അനസൂയാദേവിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കണ്ടിരുന്നുവോ? ഇൻസ്പെക്ടർ ചോദിച്ചു. ഒന്നുമില്ല, അവർ സന്തോഷവതിയായി കാണപ്പെട്ടു. എല്ലാ അതിഥികളോടും നേരം പോക്ക് പറഞ്ഞുകൊണ്ട് അവർ നടന്നിരുന്നു. വെളുത്ത സാരി ഉടുത്ത്, മുടിയിൽ വെള്ള പൂമാലയും ചൂടി സരസ്വതി ദേവിയെ പോലെ. ആ കാഴ്ച ഇനി ഒരിക്കലും എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. മേത്ത തൻ്റെ മുഖം കൈവിരലുകളാൽ മറച്ചു കരഞ്ഞു തുടങ്ങി. അവർക്ക് വല്ല കാമുകന്മാരും ഉണ്ടായിരുന്നോ? ഇൻസ്പെക്ടർ ചോദിച്ചു. ഒരിക്കലുമില്ല, മേത്ത പറഞ്ഞു. അവർ ഒരു യോഗിനിയുടെ ജീവിതമാണ് നയിച്ചിരുന്നത്, വിവാഹിതയെങ്കിലും ബ്രഹ്മചാരിണി. അവർ തന്നെ അതെല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വിവാഹമോചനം നേടാമായിരുന്നു. ആ കാട്ടാളൻ്റെ ഒപ്പം ജീവിതം തുടരേണ്ടതിൻ്റെ ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവർ തൻ്റെ കുടുംബത്തിൻ്റെ സൽപ്പേരിനെ ബഹുമാനിച്ചു. അതിനെ കളങ്കപ്പെടുത്തുവാൻ അവർക്ക് മനസ്സ് വന്നില്ല. ഇൻസ്പെക്ടർ എഴുന്നേറ്റു. ഞാൻ പിന്നീട് കാണാം. നിങ്ങൾ അവരുടെ യഥാർത്ഥ രൂപം എനിക്ക് കാട്ടിത്തന്നു, അയാൾ പറഞ്ഞു. യഥാർത്ഥ രൂപം എനിക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ, മേത്ത പറഞ്ഞു. മറ്റാരോടും അവർ ഉള്ളു തുറന്നു സംസാരിച്ചിരുന്നില്ല. നിങ്ങൾ അവരുടെ കാമുകനായിരുന്നുവോ? ഇൻസ്പെക്ടർ ചോദിച്ചു. ഇല്ല, മേത്ത പറഞ്ഞു. അവർ കുറച്ചുകാലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ കാമുകനാകുമായിരുന്നു. ഈ ശനിയാഴ്ച എൻ്റെ കൂടെ ഗണ്ടാലയിലേക്ക് വരാമെന്ന് അവർ വാക്കു തന്നിരുന്നു. ആ സുഖവാസ കേന്ദ്രത്തിൽ വെച്ച് ഞാൻ അവരെ എന്നെ പ്രേമം കൊണ്ട് കീഴടക്കുമായിരുന്നു. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഭാഗ്യമില്ലാതെയായിപ്പോയി, ഇൻസ്പെക്ടർ പറഞ്ഞു. നിങ്ങളുടെ ഈ പ്ലാൻ മറ്റാരെങ്കിലും അറിഞ്ഞിരുന്നുവോ? വിശേഷിച്ച് ഈ മുറിക്ക് പുറത്ത് കണ്ട പെൺകുട്ടി. അവൾ എൻ്റെ ഡയറി വായിക്കുന്നത് ഒരിക്കൽ ഞാൻ കണ്ടുപിടിച്ചു. കുറേ ശാസിച്ചു. പക്ഷെ അവൾ വെറും ഒരു കിറുക്കിയാണ്. ജനലിൽ കൂടി ചാടി ഇറങ്ങിയിട്ടും അവൾ എൻ്റെ മുറിയിൽ പ്രവേശിക്കും. അവൾക്ക് നിങ്ങളോട് കലശലായ പ്രേമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഇൻസ്പെക്ടർ പറഞ്ഞു. ആ വിരൂപിക്കോ? ഞാൻ സ്വപ്നത്തിലും കൂടി അവളെ ഭാര്യയായി കണക്കാക്കില്ല, മേത്ത നീരസത്തോടെ പറഞ്ഞു. വിരൂപിണികളുടെ സ്നേഹം അപകടകരമാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. അത് ഓർമ്മയുണ്ടായിരിക്കണം. നാഗ്പാഡയിലെ ഒരു ഇരുമ്പു കച്ചവടക്കാരൻ ആ കഠാരിയെ തിരിച്ചറിഞ്ഞു. ഇതു നമ്മുടെ അക്കാറാം പറഞ്ഞുണ്ടാക്കിച്ചതാണ്. അക്കാറാമിനെ അറിയില്ലേ? പൈപ്പുകൾ കേടുവന്നാൽ അവ കേടു തീർത്തു തരുന്നവൻ, ആ കഷണ്ടിക്കാരൻ. അത് അയാൾ തന്നെ. അയാൾ ഭയങ്കര മൂവാലിയാണ്. സകലർക്കും അയാളെ പേടിയാണ്. 500 രൂപ കൊടുത്താൽ അയാൾ ആരെ വേണമെങ്കിലും കൊല്ലുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അക്കാറാം പോലീസിൻ്റെ വരവും കാത്തിട്ടെന്ന പോലെ തൻ്റെ വീടിൻ്റെ ചവിട്ടുപടിമേലിരിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നിങ്ങളാണോ ചർച്ച് ഗേറ്റിൽ ഇന്നലെ രാത്രി ഒരു കൊലപാതകം നടത്തിയത്? ഇൻസ്പെക്ടർ ചോദിച്ചു. നിങ്ങൾക്ക് ധൈര്യമുണ്ട് സാഹബ്, അക്കാറാം തേഞ്ഞ പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നെ കാണുവാൻ തനിച്ച്, അതും തോക്കുകളൊന്നുമില്ലാതെ ഇവിടെ വരാൻ ധൈര്യം വന്നുവല്ലോ. മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രസിദ്ധനായ കൊലക്കാരനാണ് ഞാൻ ചെയ്ത കൊലയുടെ കുറ്റം മറ്റേതെങ്കിലും ഒരുത്തൻ വഹിക്കുകയും ചെയ്യും. എന്നെ പിടിക്കാനുള്ള തെളിവുകൾ ഒരിക്കലും നിയമത്തിന് കിട്ടാറില്ല. നീ ധൈര്യത്തോടെ സംസാരിക്കുന്നു അക്കാറാം, ഇൻസ്പെക്ടർ പറഞ്ഞു.
അയാൾ ചവിട്ടുപടിമേൽ തന്നെ ഇരുന്ന് സിഗരറ്റ് കത്തിച്ചു. മറ്റൊന്ന് കത്തിച്ച് അടുത്തിരിക്കുന്ന മനുഷ്യനും നൽകി. രണ്ടുപേരും മൗനം അവലംബിച്ച് കുറേ നേരം പുകവലിയിൽ മുഴുകി നിശ്ചലരായിരുന്നു. ഒടുവിൽ അക്കാറാം പറഞ്ഞു, സത്യം പറയണമല്ലോ സാഹബ്, ഇത്തവണ ഞാൻ കുറച്ച് അമ്പരന്നു. കാരണം കൊല്ലാനുള്ള ഫീസായ 2000 രൂപ മുൻകൂറായി തന്നെ എനിക്ക് അവർ തന്നു. സാധാരണയായി പകുതി ആദ്യം കരാറെടുക്കുമ്പോഴും പകുതി കൊലയ്ക്ക് ശേഷവുമാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. ഈ സ്ത്രീയെ കൊലപ്പെടുത്തണമെന്ന് ആജ്ഞാപിച്ച വ്യക്തി ആദ്യം തന്നെ 2000 രൂപ തന്നു. പകുതി പിന്നീട് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അത് വേണ്ട, എല്ലാം എടുക്കണമെന്ന് അവർ പറഞ്ഞു. ആരായിരുന്നു ആൾ? ഇൻസ്പെക്ടർ ചോദിച്ചു. അയാളുടെ ഹൃദയം ശക്തിയായി മിടിച്ചു തുടങ്ങി. അത് പറയാൻ വയ്യ, അക്കാറാം പറഞ്ഞു. മുസ്ലിം സ്ത്രീകൾ ധരിക്കാറുള്ള കടുത്ത പട്ടുബുർക്കയാണ് അവർ ധരിച്ചിരുന്നത്. ഒരു സ്ത്രീയായിരുന്നുവെന്നോ ഇത് ഏർപ്പാടാക്കിയത്? ഇൻസ്പെക്ടർ ചോദിച്ചു. അതെ, ഞാൻ അവരുടെ കൈ മാത്രം കണ്ടു. ഒരു പഴയ നാണ്യം വെള്ളിയിൽ കെട്ടിച്ച് അവർ മോതിരമാക്കി അണിഞ്ഞിരുന്നു. നടുവിലെ വിരലിൽ വെളുത്ത വസ്ത്രമണിഞ്ഞ് പൂമാല തലയിൽ ചുറ്റിയ മധ്യവയസ്കയെ കൊല്ലണമെന്നു പറഞ്ഞു. എല്ലാ അതിഥികളും പോയതിനു ശേഷമാണ് ഞാൻ ആ സ്ത്രീയെ കൊന്നത്. അവരായിരുന്നു ഗൃഹനായിക. ഭയം പ്രകടിപ്പിച്ചതേയില്ല. ഒന്ന് ചിരിച്ചുവോ എന്നുകൂടി സംശയം തോന്നി. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് പശ്ചാത്താപം തോന്നി. അവരുടെ ശവശരീരത്തിനോട് യാത്ര പറഞ്ഞു തിരിഞ്ഞപ്പോൾ അവർ ഒരു കുലീനയായിരുന്നു സാഹേബ്. അവരുടെ മുഖത്തെ ചൈതന്യം എന്നെ കരയിച്ചു. എൻ്റെ അമ്മയുടെ മുഖം ഞാൻ ആ നിമിഷത്തിൽ ഓർത്തുപോയി. എനിക്ക് 8 വയസ്സായപ്പോൾ എന്നെ വിട്ടുപോയ അമ്മ. എൻ്റെ കൈകൾ വിറച്ചു. മരിച്ചു കിടന്ന ആ സ്ത്രീയുടെ കാലടികൾ തൊട്ട് ഞാൻ മാപ്പിനായി അപേക്ഷിച്ചു. അവരെ കൊല്ലുവാൻ പണം തന്നവളെ ഞാൻ മനസ്സിൽ ശപിച്ചു. വല്ലതെവിടിച്ചുമാവാം. മരിച്ച സ്ത്രീയുടെ ഭർത്താവിൻ്റെ സമ്പത്തിൽ കണ്ണുള്ളവളാകാം. സാധാരണയായി കൊന്നതിൻ്റെ തെളിവിനു വേണ്ടി ശവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരാഭരണം ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ ഈ സ്ത്രീയുടെ ആഭരണങ്ങൾ തൊടുവാൻ കൂടി ഞാൻ മടിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്നു ഒരു നാണ്യമോതിരം, മറ്റവളുടെ മോതിരത്തിൻ്റെ തനി പകർപ്പ്. അത് ഊരിയെടുക്കാമായിരുന്നു എനിക്ക്. പക്ഷേ കൊന്നതിൻ്റെ തെളിവ് ആരെ കാണിച്ചു കൊടുക്കാനാണ്? കൊല്ലിച്ചവൾ പണം മുഴുവനും തന്നു കഴിഞ്ഞിരുന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ ആ മോതിരം ഊരിയെടുത്തതുമില്ല. അതെൻ്റെ മോതിര വിരലിന് നല്ല പാകവുമായിരുന്നു. പക്ഷേ എനിക്ക് വെള്ളി ഇഷ്ടമില്ല. സ്വർണത്തോടാണ് എനിക്ക് കമ്പം. വരൂ അക്കാറാം, ഇൻസ്പെക്ടർ പറഞ്ഞു. എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരൂ. നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിച്ചു. ഇനി ഞാൻ എൻ്റെ കടമ നിർവഹിക്കട്ടെ.